പലപ്പോഴും തമാശയ്ക്ക് ഞാൻ എന്റെ ഹസ്ബൻഡിനോടും വീട്ടുകാരോടും ഒക്കെ പറയാറുണ്ട്, ഈ വേൾഡിലെ ബെസ്റ്റ് ജോബ് എന്റേതാണ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്. ഐ ഗെറ്റ് പെയ്ഡ് ഫോർ പ്ലേയിങ് വിത്ത് ചിൽഡ്രൻ. കുട്ടികളോട് കളിക്കുന്നതിന് സാലറി കിട്ടുന്ന ഒരു ജോലി ഓക്കുപേഷണൽ തെറാപ്പി തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കളികളെ എങ്ങനെ തെറപ്യൂട്ടിക്കായി നമ്മുടെ വീടുകളിൽ തന്നെ കുട്ടികളുമായി എൻജോയ് ചെയ്യാമെന്നാണ്. കുട്ടികളുമായി ഫ്ലോറിൽ ഇറങ്ങി കളിക്കാൻ, കുട്ടികളോടൊപ്പം കാറുകൾ ഓടിച്ചു കളിക്കാൻ, മെസ്സിയായി കളിക്കാൻ, അവരോടൊപ്പം റൈംസ് പാടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാണ്. കുട്ടികളോടൊപ്പം ചേർന്ന് കളിക്കണം, കുട്ടികളുമായി ഇൻവോൾവ് ചെയ്ത് കളിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പേരൻസ് പറയാറുണ്ട്, ഞാൻ കുട്ടികളോട് കളിക്കാറുണ്ട്, ഞങ്ങൾ കുട്ടികളോടൊപ്പം ചേരാറുണ്ട്, പക്ഷെ അവർ തിരിച്ചു റെസ്പോണ്ട് ചെയ്യാറില്ല. ഞങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, എപ്പോഴും കളിക്കാൻ വിളിക്കാറുണ്ട്, അവർ കൂട്ടാക്കാറില്ല. എന്നാൽ ഒരു സ്പെഷ്യൽ നീഡ് കുഞ്ഞിനോട് കളിക്കുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ്. അവരെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം കുട്ടികളോടൊപ്പം കളിക്കാൻ. ഒരു പേരന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് അവരുമായി കൂടുതൽ ചെലവഴിക്കുന്ന സമയം നിങ്ങളുടേതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം സാധിക്കുന്നത് അവരെ മനസ്സിലാക്കാൻ തന്നെയാണ്. എങ്ങനെ കളിക്കാം കുട്ടികളോടൊപ്പം? ആദ്യം വളരെ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ ഒബ്സർവ് ചെയ്യുക. അവർ കളിക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അവരുടെ പ്രിഫേർഡ് ടോയ്സ്, എന്തൊക്കെ കളിക്കാനാണ് അവർക്ക് താല്പര്യം, ആ ടോയ്സിനെ എങ്ങനെയാണ് അവർ കളിക്കുന്നത്. ഒരു കാർ ഓടിച്ച് കളിക്കുവാണോ, ഇല്ലെങ്കിൽ വീല് മാത്രം ചുറ്റി കളിക്കുവാണോ, ടാപ്പ് ചെയ്ത് കളിക്കുവാണോ, ഇല്ല അവൻ കാർ ഉപേക്ഷിക്കുവാണോ, വേണ്ട, അല്ലെങ്കിൽ കാർ പൊളിച്ച് കളിക്കുവാണോ, ഓപ്പൺ ചെയ്ത് തിരിച്ച് റീബിൽഡ് ചെയ്യുവാണോ, എങ്ങനെയാണ് ആ ടോയ് അവൻ കളിക്കുന്നത്, എങ്ങനെയൊക്കെ കാര്യങ്ങളിലാണ് കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആവുന്നത്, ഏത് സിറ്റുവേഷനിൽ കളിക്കാനാണ് അവർക്ക് താല്പര്യം. ഒറ്റയ്ക്ക് തനിയെ ഒരു റൂമിന്റെ കോർണറിൽ ഇരുന്ന് കളിക്കാനാണോ, ഇല്ല മറ്റാളുകളുടെ ഇടയിൽ നിന്ന് കളിക്കാനാണോ, ഇല്ലെങ്കിൽ ആരോടും ശല്യമില്ലാതെ ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു റൂമിന്റെ സൈഡിൽ നിന്ന് ഒറ്റയ്ക്ക് കളിക്കാനാണോ ഇഷ്ടം, എങ്ങനെയാണ് അവർ കളിക്കുന്നത് എന്ന് ആദ്യം ഒബ്സർവ് ചെയ്യുക. എത്ര നേരം കളിക്കുന്നു, ഏതൊക്കെ സമയങ്ങളിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. രണ്ടാമതായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ കളികളെ അനലൈസ് ചെയ്യുക. കുട്ടികൾക്ക് എന്തെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്, കുട്ടികളുടെ പരിധികൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് കുട്ടികൾ അത് ചെയ്യുന്നില്ല, കുട്ടികൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മൾ എന്ത് രീതിയിലാണ് കുട്ടികളെ സഹായിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മൂന്നാമതായി നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ കുട്ടികൾക്കുണ്ടാവുന്ന ലിമിറ്റേഷൻസിനെ ഏതാണ് ഞാൻ ആദ്യമായി കുട്ടിയിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട എന്റെ ആദ്യത്തെ ഒരു എയിം, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്തതിനു ശേഷം കുട്ടികളുമായി കളിക്കാൻ. വിലപിടിപ്പുള്ള ഒരു ടോയ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ മൾട്ടി സെൻസറി യൂസസ് ഉള്ള ടോയ്സ് വാങ്ങിക്കൊടുത്തതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ കളിക്കാൻ തുടങ്ങുന്നു. അതിന് നിങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചു തുടങ്ങും. ഫ്ലോറിൽ ഇറങ്ങി അവരോടുമായി ചേർന്ന് കളിച്ചു. അത് കുട്ടികളെ എക്സൈറ്റ് ചെയ്യും. നിങ്ങളോടൊപ്പം ഒരുപാട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ കുട്ടികളെ സഹായിക്കും. കൂടുതൽ ക്യൂരിയസ് ആവാൻ, കൂടുതൽ സ്പോണ്ടേനിയസ് ആയി സംസാരിക്കാൻ തുടങ്ങാൻ, നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാനും, അത് മാത്രമല്ല വെർബലി അവർക്ക് സംസാരങ്ങൾ യൂസ് ചെയ്യാനും അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും. ഒപ്പം തന്നെ ചലഞ്ചസ് എടുക്കാനും, സ്പോണ്ടേനിയസ് ആയി തിങ്ക് ചെയ്യാനും, ഇല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെയുള്ള സ്കിൽസ് കുട്ടികളിൽ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അവരോടൊപ്പം ഇറങ്ങി, അവരോടൊപ്പം ചേർന്ന് അവരുടെ ലീഡിൽ കളിക്കും. ലെറ്റ് ദ ചൈൽഡ് ലീഡ് ദ ഗെയിം. പ്ലേ ഒരു തെറപ്യൂട്ടിക് മോഡായി എടുക്കുന്നതിന് മുന്നേ തന്നെ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുക. അവരുടെ കഴിവുകളെയും ലിമിറ്റേഷനെയും മനസ്സിലാക്കുക. രണ്ടാമതായി ജഡ്ജ്മെന്റ് അല്ലാതെ ഈ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉടനെ സോഷ്യൽ ഇന്ററാക്ഷൻ തുടങ്ങും, അല്ലെങ്കിൽ ഈ കളിയിൽ കുട്ടികൾ ഉറപ്പായും എന്നോട് സംസാരിക്കും എന്നൊരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ എന്നൊരു പ്രീ തിങ്കിങ് ഇല്ലാതെ കളിച്ചു തുടങ്ങും. എന്ത് കിട്ടും അല്ലെങ്കിൽ എന്താണ് ലാഭത്തെ കുറിച്ച് ആലോചിക്കാതെ എങ്ങനെ നമുക്ക് കുട്ടികളെ സഹായിക്കാം എന്ന രീതിയിൽ കളിച്ചു തുടങ്ങും. എൻജോയ് ചെയ്ത് കളിക്കുക. പ്രൈമറി ഇമ്പോർട്ടന്റ് ഗോളായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്സെപ്റ്റ് യുവർ ചൈൽഡ് ഇൻ ദ വേ ഹി ഓർ ഷീ ഈസ്. രണ്ടാമതായി വളരെ പ്രധാനമായി നോക്കേണ്ടത് അവരുടെ കളിക്കുന്ന എൻവയോൺമെന്റ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിലോ ഇല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലോ വളരെ നിശ്ചിതമായ ലിമിറ്റഡ് സ്പേസിനുള്ളിലായിരിക്കാം കുട്ടികൾ കളിച്ചത്. ഒരുപാട് ക്രൗഡഡ് ആയ സാധനങ്ങൾ ഉണ്ടാകും, ഒരുപാട് ടോയ്സ് അല്ലെങ്കിൽ ഒത്തിരി ഫർണിച്ചേഴ്സ്. ഇതിനിടയിൽ ഒരു കുഞ്ഞു സ്പേസിൽ ഇരുന്ന് കളിക്കും. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം, സെർബ്രൽ പാലസി എന്നീ കണ്ടീഷനിൽ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ തന്നെ പല സ്പെഷ്യൽ നീഡ് കണ്ടീഷൻസിൽ വരുന്ന കുട്ടികൾക്ക് ഇതെല്ലാം തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ എൻവയോൺമെന്റ് ആണ്. അവർ നിങ്ങൾക്ക് പ്രോപ്പറായി അറ്റൻഷൻ നൽകണമെന്നില്ല.
അവർ നിങ്ങളുടെ കമാൻഡ്സിന് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയുള്ള ഒരു എൻവയോൺമെന്റ് ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ഓരോ പ്രാവശ്യം അവർ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ റീഇൻഫോഴ്സ് ചെയ്യുക. മറക്കാതെ തന്നെ പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ചെയ്യുക. എന്താണ് റീഇൻഫോഴ്സ്മെന്റ്, എങ്ങനെ റീഇൻഫോഴ്സേഴ്സിനെ ചൂസ് ചെയ്യാം, ഏത് രീതിയിൽ കുട്ടികളെ റീഇൻഫോഴ്സ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ മുകളിലുണ്ടാവും. മൂന്നാമതായി, എന്നാൽ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേരന്റിംഗ് എന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോളോ ഇല്ലെങ്കിൽ തെറപ്പിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്ന ഒരു ഗോള് ചിലപ്പോൾ കുട്ടികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം. സോഷ്യൽ ഇന്ററാക്ഷൻ മെയിൻ ഗോളായി എടുക്കുന്ന ഒരു തെറപ്പിസ്റ്റോ അല്ലെങ്കിൽ പേരന്റോ ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ഗീവ് ദം സ്പേസ് ആൻഡ് ടൈം. നിങ്ങളുമായി ഒന്ന് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുമായി അവർ ഇനിഷ്യേറ്റ് ചെയ്യാനും കുറച്ച് സമയം വളരെ പ്രധാനമായി നൽകേണ്ടതായിരുന്നു. സോ ലെറ്റ് ദ ചൈൽഡ് സിറ്റ് നെക്സ്റ്റ് ടു യു ആൻഡ് പ്ലേ പാരലലി. നിങ്ങളുമായി ഇൻവോൾവ് ചെയ്യാതെ ആദ്യമേ അടുത്തിരുന്ന് സ്വന്തം ചോയ്സ് കളിക്കാനുള്ള സാഹചര്യം നൽകുക. അതിനുശേഷം എപ്പോഴെങ്കിലും നിങ്ങളുമായി ഒരു ക്ലൂ തന്ന് നിങ്ങളുമായി ഇൻട്രസ്റ്റ് ഉണ്ടായി കൈകൾ നീട്ടുകയോ ഇല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒന്ന് സോഷ്യൽ ക്യൂ നൽകുകയോ ഒന്ന് കളിക്കാൻ ഇനിഷ്യേറ്റ് ചെയ്യുകയോ നിങ്ങളുടെ ടോയ് എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ പതിയെ കുട്ടിയെ ലീഡ് ഇസ് ഫ്രോം ദ ചൈൽഡ്. സോ ഓൾവേസ് ഒബ്സർവ് ഹിം. അവനെ ശ്രദ്ധിക്കുക, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാലാമതായി, പ്രിഡോമിനന്റ്ലി സെൻസറി ഫീച്ചേഴ്സ് ഒരുപാട് കൂടുതലുള്ള കുട്ടികൾ, സ്റ്റീരിയോടൈപ്പിക് ബിഹേവിയേഴ്സ് കാണിക്കുന്ന കുട്ടികൾ, ഉദാഹരണത്തിന് ഫിംഗർ ഫിജിറ്റ് ചെയ്യോ ഫ്ലാപ്പ് ചെയ്യോ കണ്ണുകൾ ഒരു ദിശയിലേക്ക് നോക്കിയിരിക്കുകയോ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ്ലി വളരെ ലോ ലെവലുള്ള കുട്ടികൾ ഫങ്ഷണൽ പ്ലേ അച്ചീവ് ചെയ്യണമെന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു കാര്യം. സോ ആദ്യമേ അവർ കാണിക്കുന്ന ഫീച്ചേഴ്സുമായി നിങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് കുട്ടികൾ ഫിംഗർ ഫ്ലാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികളോടൊപ്പം ഫിംഗർ ഫ്ലാപ്പ് ചെയ്യുക. അതിനുശേഷം കുട്ടികളുടെ കൈ പിടിച്ച് ഫ്ലാപ്പിംഗിന് പോലും ക്ലാപ്പ് ചെയ്യുക. സോ ഇങ്ങനെ പതിയെ ഓരോ സ്റ്റെപ്പ് കുട്ടികളുമായി നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ കുട്ടികളുടെ സ്റ്റീരിയോടൈപ്പിക് ബിഹേവിയേഴ്സിനെ റീചാനലൈസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അഞ്ചാമതായി, ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ ചെറിയ ഗോളുകളിൽ എത്തുമ്പോഴും ഓരോ കളികളുടെ ചെറിയ ഒരു ഇനിഷ്യേഷൻ ചെയ്യുമ്പോഴും കുട്ടികളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ അവരെ റീഇൻഫോഴ്സ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്കിൽസ് നേടിയെടുക്കാനും കുട്ടികളെ എപ്പോഴും സഹായിക്കുക. അവരെ പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കാനും ചലഞ്ച് ചെയ്യാനും കുട്ടികൾക്ക് എൻകറേജ്മെന്റ് നൽകുക. ഇങ്ങനെ നമുക്ക് കുട്ടികളെ ഫങ്ഷണലി കളിക്കാൻ സഹായിക്കാം. ഇങ്ങനെ ഈ കളികളിലൂടെ കുട്ടികളെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാനും അവരുടെ എൻവയോൺമെന്റുമായി കൂടുതൽ ഇൻവോൾവ് ചെയ്യാനും അവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും സഹായിക്കും. അവർക്ക് ഇന്റിമസി ഡെവലപ്പ് ചെയ്യാനും മറ്റ് മനുഷ്യരുമായി അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇവരെ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ 2-way കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ഇമോഷൻസും എക്സ്പ്രഷൻസും കാണിച്ചു തുടങ്ങാനും കുട്ടികളെ സഹായിക്കും. അതിനുശേഷം കുറച്ചുകൂടി കോംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇമോഷണൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും കുട്ടികളിൽ വളരെയധികം ഉണ്ടാകും. ഒപ്പം തന്നെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എല്ലാത്തിനും തന്നെ പ്ലേ ഒരു വലിയ റോളാണ്. ഉദാഹരണത്തിന് ഒരു കുഞ്ഞിൽ ക്രിയേറ്റീവ് പ്ലേ അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് പ്ലേ അല്ലെങ്കിൽ ഇമിറ്റേഷൻ സ്കിൽ എന്നിവയാണ് നമുക്ക് അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. സോ ഡോൾ ഹൗസ് അല്ലെങ്കിൽ ഒരു ഡോൾ പ്ലേ ഞാൻ ചൂസ് ചെയ്തതിനു ശേഷം കുട്ടിയും നിങ്ങളുമായി ഏതെങ്കിലും ഒരു കോർണറിൽ ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റിൽ നിങ്ങളും കുട്ടിയും ഒരു ഡോളുമായി മൂവ് ചെയ്യുക. അതിനുശേഷം കുട്ടിക്ക് ഡോൾ യൂസ് ചെയ്യുക. ലെറ്റ് പ്ലേ വിത്ത് ഡോൾ. എങ്ങനെയാണ് കുട്ടികൾ ആ ഡോളുമായി കളിക്കുന്നതെന്ന് ആദ്യം ഒബ്സർവ് ചെയ്യുക. എന്താണ് അവൻ ആ ഡോൾ കൊണ്ട് ചെയ്യുന്നത്, എങ്ങനെയാ കുട്ടി ഡോളിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നോട്ടീസ് ചെയ്യുക. സംടൈംസ് കുട്ടികൾ ഡോൾ ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതേ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുകയോ ശ്രമിക്കും. അത് അവരുടെ പ്രൈമറി സ്റ്റേജ്. ഒരിക്കൽ കുട്ടികൾ അത് ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ കുട്ടികളോട് ചോദിക്കുക, കണ്ടോ കുഞ്ഞിന്റെ കണ്ണ് കണ്ടോ, കുഞ്ഞിന്റെ വായ കണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ കൈ കണ്ടോ, ഡോളിനെ നോക്കും. ഇങ്ങനെ രീതിയിൽ നിങ്ങൾ പതിയെ ഇൻവോൾവ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ആദ്യം കുട്ടികൾ അത് ഇഷ്ടപ്പെട്ട് നിങ്ങളോടൊപ്പം ഇൻവോൾവ് ചെയ്യണമെന്നില്ല. മേ ബി കുട്ടികൾ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾ അത് നിങ്ങളെ അവോയ്ഡ് ചെയ്തെന്നിരിക്കും. സോ ഗിവ് ഹിം എ സ്പേസ് ആൻഡ് ടൈം. നിങ്ങൾ കുട്ടികൾക്ക് കുറച്ച് ഗ്യാപ്പ് നൽകി കുട്ടികൾ ഇതുമായി കളിച്ച് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ കുട്ടികളുമായി വീണ്ടും ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വീണ്ടും കുട്ടികൾക്ക് ടോയ്സിന്റെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ടോയ് കൊണ്ട് ഷേക്ക് ഹാൻഡ്സ് നൽകുന്നത്, നിങ്ങൾ ടോയോടൊപ്പം ചേർന്ന് ഗിവ് മി എ ഷേക്ക് ഹാൻഡ് അല്ലെങ്കിൽ ഗിവ് മി എ ഹൈ ഫൈവ് എന്ന രീതിയിൽ പതിയെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ കുട്ടികളുമായി സ്ലോ ആൻഡ് ഫങ്ഷണൽ പ്ലേയിൽ ഇൻവോൾവ് ആവേണ്ടത്. ഇതൊരു ഡോൾ പ്ലേയിന്റെ മാത്രം കാര്യമല്ല, എല്ലാ ഫിസിക്കൽ പ്ലേയിലും എന്ത് തരം സെൻസറി പ്ലേയിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കുട്ടികളുമായി ഫങ്ഷണലി ഇൻവോൾവ് ചെയ്യാനും അതിനെ തെറപ്യൂട്ടിക് ആയി ടേൺ ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകുമെന്ന് ഞാൻ
This is me Gayatri. See you in the next video. For more videos, subscribe my channel.